ഇന്നൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി എനിക്ക് അത്ര വശമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കേക്ക് നന്നായി വരുമ്പം പിന്നെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പാളിപ്പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തേന് എന്ത് സംഭവിക്കും നമുക്ക് വഴിയേ കാണാം കേട്ടോ. അപ്പോൾ ഒരു മിക്സഡ് ജാറിലേക്ക് 2 മുട്ടയും 3 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടിയിട്ട് നല്ലപോലെ അങ്ങ് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് 2 റോബസ്റ്റാ പഴം വെക്കാതെ. അത് നല്ല പഴുത്തു പോയ പഴമായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സഡ് ജാറിൽ അരച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെയും ശർക്കരയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് ചേർക്കണം. അതിനായിട്ടൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് മൈദ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുത്ത് അതിലേക്കിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവേ. എന്നിട്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ആയാലും മതിയേ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ കൂട്ടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേ എടുക്കുക, അതിലേക്ക് ഈ ബാറ്റർ അങ്ങ് മാറ്റി കൊടുക്കുക, ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ 2 തട്ടൊക്കെ ഒന്ന് തട്ടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയർ വെച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ 160 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുത്ത ശേഷം ഞാനിത് മുറിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് മുറിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം സോഫ്റ്റാണ് കേക്ക് എന്നുള്ളത്. സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇത്തവണത്തെ കേക്ക് എന്തായാലും വൻ സക്സസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്തു, അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.